रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाथाय सीताया पतये नमः। पूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्. ഇത് നമ്മളിവിടെ വായിക്കാൻ പോകുന്ന ഭാഗങ്ങൾ ഇന്നലെ വാൽമീകി ശ്രീരാമനോട് പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗം ആണ് നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത്. ഈ വാൽമീകിയുടെ ആത്മകഥയാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന കഥ തന്നെയാണ്. അപ്പൊ അതില് വാൽമീകി എങ്ങനെയാണ് മഹർഷിയായതുള്ള കഥ രാമനെ വിവരിച്ചു കൊടുക്കുന്നു. അപ്പൊ അതില് സപ്തഋഷികൾ വന്നതും അതേപോലെ തന്നെ കുടുംബത്തോട് പോയി ചോദിച്ചതും അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വരി 4 വരികള്: നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണബലം കർത്താവൊഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നേ പ്രസിദ്ധമായിട്ടുള്ള വരികളാണ്. അപ്പൊ അതിനുശേഷം ഈ സപ്തഋഷികള് വാൽമീകിക്ക് രാമമന്ത്രം തിരിച്ചിട്ട് മര എന്നുള്ള രീതിയിലാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. മരാമരേരി എന്നാണ് ഇവിടെ പറയുന്നത്. നമശിവായ എന്നുള്ളതിലെ മായും നാരായണ എന്നുള്ള രായും, അങ്ങനെ അതിന്റെ 2 ജീവ അക്ഷരങ്ങളാണ് 2 മന്ത്രങ്ങളുടെ. ആ അക്ഷരങ്ങളാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് വാൽമീകിക്ക്. ആ മന്ത്രം 1000 വർഷം ജപിച്ച് ആയി. അപ്പോൾ ആത്മീയത്തിനുള്ളിലായി, കുറ്റിനകത്തായി. അതിനുശേഷമാണ് സപ്തഋഷികൾ വന്ന് അദ്ദേഹത്തിന് അനുഗ്രഹിക്കണം എന്നുള്ള ഭാഗം ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ കഥ ഇവിടെ വിവരിക്കുന്നു, വാൽമീകിയുടെ കഥ. അതിനുശേഷം ശ്രീരാമനും സീതയും ലക്ഷ്മണനും ചിത്രകൂടത്തിൽ അവിടെ ഒരു പർണശാലയൊക്കെ കെട്ടി അവിടെ താമസം തുടങ്ങുന്നു. ആ പർണശാലയ്ക്കുള്ള ഒരു പ്രത്യേകത കൂടെ അവിടെ ആചാര്യൻ വർണ്ണിക്കുന്നുണ്ട്. 4 ഭാഗത്തേക്കും നോട്ടം എത്തുന്ന രീതിയിലുള്ള പർണശാല. തെക്കും കിഴക്കും വടക്കും പടിഞ്ഞാറൊക്കെ കാണാവുന്ന രീതിയിലുള്ള പർണശാലയാണ് അവിടെ ലക്ഷ്മണൻ മണികഴി അവിടെയാണ് അവര് താമസിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ അടുത്ത സീൻ പോകുന്നത് അയോധ്യയിലേക്കാണ്. അതായത് സുമന്ത്രർ എവിടെ അവസാനിപ്പിച്ചു അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ആചാര്യൻ ഇവിടെ വർണ്ണിക്കുന്നത്. സുമന്ത്രർ തിരിച്ച് ദശരഥന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗം. അപ്പൊ രാജാവിനെ വന്ദിക്കുന്നു. അപ്പൊ രാജാവ് എന്തൊക്കെയാ സംഭവിച്ചത് ചോദിക്കുന്നു ദശരഥൻ. അപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ, ശൃംഗിവേര പുരത്ത് നടന്ന സംഭവങ്ങളും അവര് ഗംഗ കടന്നു പോയ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോ ദശരഥന്റെ ഒരു വിലാപം, ദുഃഖം അവിടെ കാണുന്നുണ്ട്. അപ്പൊ ദശരഥൻ കൗസല്യയുടെ അടുത്താണ് ആക്കിയത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ കൗസല്യയുടെ അടുത്താണ് ദശരഥനുള്ളത്. എന്നിട്ട് ആ പുത്രദുഃഖം കൗസല്യ വീണ്ടും ഈ രാമൻ പോയ കാര്യം പറയുമ്പോ ഈ പുണ്ണിൽ ഒരു കൊള്ളി വെക്കുന്നത് പോലെ എന്നോട് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയരുത് എന്ന് ദശരഥൻ പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ദശരഥൻ തന്റെ പൂർവ്വവൃത്താന്തം പറയുന്നുണ്ട്. അവിടെ ഒരു മുനികുമാരനെ യാദൃശ്യം അല്ലെങ്കിൽ ഒരു സന്ദർഭവശാൽ അറിയാതെ കൊല്ലേണ്ടി വന്ന കഥയും അങ്ങനെയുള്ള ശ്രവണകുമാരൻ എന്ന വാക്ക് നമുക്കറിയാം. പക്ഷെ അങ്ങനെ ഒരു പേര് ഈ അധ്യാത്മരാമായണത്തിൽ പറയുന്നില്ല. മുനികുമാരൻ എന്നേ പറയുന്നുള്ളൂ. വൈശ്യനായിട്ടുള്ള ഒരു മുനികുമാരൻ. ഇവിടെ ദശരഥന്റെ ഒരു സത്യസന്ധത കൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. ദശരഥൻ, അതായത് മുനികുമാരൻ മരിച്ചു, അന്ധരായ മാതാപിതാക്കൾ വേണമെങ്കിൽ ദശരഥനോട് രക്ഷപ്പെടായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. ദശരഥൻ അവരുടെ അച്ഛനമ്മമാരോട് പോയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നു. അപ്പൊ അവരുടെ ആ ഒരു മനസ്താപം ദശരഥൻ അനുഗ്രഹമായിട്ട് വരുന്നെന്ന് പിൽക്കാലത്ത് നമുക്ക് കാണുന്നു. ഇതേപോലെ സന്ദർഭം പരീക്ഷത്തിനുണ്ടായി. പക്ഷെ പരീക്ഷത്ത് അവിടുന്ന് പാമ്പിനെ ദശരഥൻ അങ്ങനെയല്ല ചെയ്തത്. ദശരഥൻ അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞ് അവരെ ആ ചിതയൊക്കെ ഒരുക്കി അവരുടെ മരണത്തിനും ആ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് ദശരഥൻ. അപ്പൊ ആ ഒരു പുത്രദുഃഖത്തോടു കൂടി രാമനെ ചിന്തിച്ചുകൊണ്ട് ദശരഥൻ കൗസല്യയുടെ മടിയിൽ കിടന്ന് മരിക്കുന്നു. അതിനുശേഷം ഭരതനെ ശരീരമൊക്കെ എണ്ണത്തോണിയിലാക്കി സൂക്ഷിച്ചു വെച്ച് വസിഷ്ഠന്റെ ഉപദേശത്താൽ ഇവിടെ യുദ്ധാന്റെ അടുത്ത് ഏകരാജത്തിൽ പോയ ഭരതനെയും ശത്രുഘ്നെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അയക്കുന്നു. അവിടെ പോയിട്ട് അവര് തിരിച്ചു വരുമ്പോ ഭരതനും ശത്രുഘ്നും വരുമ്പോ തന്നെ അവർക്ക് കാണുന്നുണ്ട് ഇവിടെ ഉത്സാഹമില്ലാത്ത അയോധ്യ. അപ്പൊ ഗുരുവായൂരമ്പലൊക്കെ പോലെ നിത്യം ഉത്സവം നടക്കുന്ന ഒരു സ്ഥലമാണ് അയോധ്യ. പക്ഷെ അവിടെ വരുമ്പോ ഒരു ഉത്സവം കാണുന്നില്ല. അപ്പൊ തന്നെ എന്തോ ഒരു ദുഃഖം സംഭവിച്ചിട്ടുണ്ടെന്ന് ഭരതനൊക്കെ മനസ്സിലാവുന്നു. ഭരതൻ നേരെ വന്ന് കൈകേയിയുടെ അടുത്താണ് പോകുന്നത്. കാരണം അച്ഛൻ എപ്പോഴും കൈകേയിയുടെ അടുത്താണ്, ദശരഥൻ അവിടെയാണ് ഇരിക്കാറ്. അതുകൊണ്ടാണ്, ഇപ്പൊ കൈകേയിയോടുള്ള സ്നേഹം കൊണ്ടല്ല, അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടാണ് ഭരതൻ അങ്ങോട്ട് പോകുന്നത്.
അവിടെ പോയടനെ നമ്മളോട് ശ്രദ്ധിക്കേണ്ട കാര്യം കൈകി ആദ്യം പറയുന്നത് എന്റെ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ സുഹൃത്ത് തന്നെയല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കൈകി ഈ ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അത് ഭരതൻ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴാണ് ആദ്യം ദശരഥൻ മരിച്ച വിവരം പറയുന്നു, പിന്നെ സന്തോഷമായിട്ട് പറയുന്നു നിനക്ക് രാജ്യമൊക്കെ കിട്ടി, ഇനി എന്താ ദുഃഖിക്കാനുള്ളത് എന്നൊക്കെയുള്ള കാര്യം ചോദിക്കുന്നു. അവിടെ ഭരതനെ വേറൊരു രൂപത്തിൽ നമ്മൾ കാണുകയാണ്. ഭയങ്കര അമ്മയൊക്കെ അതിശക്തമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു ഭരതൻ. ആ ഭരതൻ പറയുന്നുണ്ട് വസിഷ്ഠനെയും അരുന്ധതിയെയും ഒക്കെ കൊന്നാലുള്ള പാപം എന്താണോ ആ പാപമാണ് എനിക്ക് കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഭരതൻ നേരെ കൗസല്യയുടെ അടുത്ത് പോകുന്നു. അപ്പൊ കൗസല്യ ശരിക്കും ഭരതനെ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. ഭരതന്റെ കൂടെ സപ്പോർട്ടിലാവാം ഇങ്ങനെ നടന്നിട്ടുള്ളതെന്ന് കൗസല്യ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. അവിടെയും പോയിട്ട് ഭരതൻ തന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഇവിടെ മറ്റു രാമായണങ്ങളിലൊക്കെ ഭരതൻ ഈ നരകങ്ങളെ കുറിച്ച് എത്ര പാപം ചെയ്ത കമ്പരാമായണത്തിൽ വിശദമായിട്ട് ഇന്നെ പാപം ചെയ്ത ഇന്നെ നരകങ്ങള്, ആ നരകം മുഴുവൻ അനുഭവിക്കാനുള്ള പാപമാണ് ഞാൻ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൗസല്യ സമാധാനിപ്പിക്കുന്നു ഭരതനെ, രാജ്യം ഏറ്റെടുക്കാൻ പറയുന്നു, അച്ഛന്റെ ശേഷകർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നു. അതിനുശേഷം വസിഷ്ഠൻ ഭരതനായിട്ട് പറയുന്ന ഒരു ഭാഗം, ഇതും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു അച്ഛൻ മരിച്ച മകനോട് എങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടത് എന്ന വരികളാണ് അവിടെ വസിഷ്ഠനിലൂടെ ആചാര്യൻ നമുക്ക് പറഞ്ഞു തരുന്നത്. മഹത്തായിട്ടുള്ളൊരു എന്താ പറയാ സമാധാനിപ്പിക്കാൻ ഒരു ഭാഗം ഭരതനെ ഉപദേശിക്കുന്നുണ്ട് വസിഷ്ഠൻ. വളരെ നല്ല വരികളാണ്. നമുക്ക് നോക്കിയാലും നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഒരാളെ എങ്ങനെ സമാധാനിപ്പിക്കേണ്ടതെന്ന ഭാഗം വസിഷ്ഠൻ പറയുന്നു. അതിനുശേഷം ഈ അന്ത്യകർമ്മങ്ങളിലേക്ക് കടക്കുന്നത് മുമ്പായിട്ടാണ് നമ്മളിന്ന് വായന അവസാനിപ്പിക്കുന്നത്. വൈദേഹി സഹിതം സുരദ്രുമദലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പദമാസനെ മണിമയേ വീരാസനെ സുസ്ഥിരം അഗ്രേ വാചയതി പ്രപഞ്ചനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാധിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഇന്നലെ വാൽമീകി രാമായണത്തില് നമ്മളതില് ഏതാണ്ട് ഉൾക്കൊള്ളുന്നതായ രാമായണ ഭാഗത്തെ ഒന്ന് ചുരുക്കി നമ്മൾ വിശദമായിട്ട് ചുരുക്കിക്കൊണ്ട്, എന്നാലോ അതിലെ ആ പ്രധാനപ്പെട്ടതായ ഘടകങ്ങളെയൊക്കെ ഒന്ന് മുൻനിർത്തിക്കൊണ്ട് ഒന്ന് നമ്മൾ വിചിന്തനം ചെയ്തു. ഇനി ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് രാമായണം കാണിച്ചു തരാണ്. അതായത് ഇത് കാണിച്ചു തരാൻ വേണ്ടി തന്നെയാണ് രാമൻ മനുഷ്യാവതാരം എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അവതാരങ്ങളെ പറയുകയാണെങ്കിൽ അവതാരങ്ങള് അംശാവതാരമായിട്ട്, അംശാംശാവതാരമായിട്ട്, പൂർണ്ണാവതാരം, പരിപൂർണ അവതാരം, ഇങ്ങനെ പല അവതാരങ്ങളെയും കാണാൻ സാധിക്കുന്നുണ്ട്. അതില് മത്സ്യ, കൂർമ്മ, വാമന, നരസിംഹ അവതാരങ്ങള് ഒരു പ്രത്യേകമായിട്ടുള്ളതായ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ അവതാരങ്ങള്. ഋഷിയുടെ രൂപത്തില് ആവേശിച്ചുകൊണ്ട് ആവേശ അവതാരമായിട്ടാണ് പരശുരാമ അവതാരത്തെ പറയുന്നത്. എന്നാൽ ഇവിടെ മനുഷ്യനായിട്ട് പൂർണ്ണമായിട്ടും മനുഷ്യത്വത്തെ സ്വീകരിച്ചുകൊണ്ടുള്ളതായ ഒരവതാരമായിരുന്നു ശ്രീരാമസ്വാമിയുടേതായ അവതാരം. മറ്റെല്ലാ അവതാരങ്ങളിലും ഈശ്വരാംശം അവിടെ പ്രകടമാക്കി കാണാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ശ്രീരാമ അവതാരത്തില് മനുഷ്യതയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് രാമാവതാരത്തില്. കാരണം കൃഷ്ണാവതാരത്തില് ഭഗവാൻ തന്റെ അപൂർണമായിട്ടുള്ളതായ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായ പരിപൂർണതമമായ അവതാരമാണ് കൃഷ്ണാവതാരം. എന്നാൽ ഇവിടെ രാമാവതാരത്തില് യാതൊരു തരത്തിലുള്ളതായ യോഗ ഐശ്വര്യ സിദ്ധികളെ ഒന്നും പ്രകടമാക്കാതെ കേവലമായിട്ട് ഒരു മനുഷ്യനായിക്കൊണ്ട്
രാമാവതാരം പൂർണ്ണമായിട്ടുള്ളതായ അവതാരം, മനുഷ്യന്റെ രീതിയിൽ പൂർണ്ണാവതാരമായിട്ടാണ് ശ്രീരാമസ്വാമിയുടെ അവതാരത്തെ പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് മനുഷ്യനായിട്ട് ജീവിതം നയിക്കേണ്ടത് എന്ന് ശ്രീരാമസ്വാമിയുടെ അവതാരത്തിൽ കാണിച്ചു തരുന്നു. അതുകൊണ്ട് നാരായണീയത്തില് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, രാമായണം മുഴുവനും 2 ദശകങ്ങളിൽ കൂടി വിവരിച്ച് അവസാനം പറഞ്ഞു, സോയം മർത്യാവതാര തവകലു നിയതം മർത്യ ശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്ഥിം നിരാഗസ്ത്യ ജനമഭിഭവേ കാമധർമാദിസക്തയാ. മനുഷ്യൻ, അതായത് ഈശ്വരൻ മനുഷ്യനിലേക്ക് ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടും മനുഷ്യഭാവം മാത്രമായിട്ട് രാമ അവതാരത്തില് പല പല സന്ദർഭങ്ങള് ഈശ്വരനാണ് എന്നുള്ളതായ തലത്തില് ഒരു തരത്തിലുള്ളതായ യോഗസിദ്ധികളെയോ തന്റെ ഐശ്വര്യത്തെയോ സിദ്ധികളെയോ ഒന്നും പ്രകടിപ്പിക്കുന്നില്ല ഈ രാമാവതാരത്തില്. നമുക്ക് എടുത്ത് പറയുന്നതായ പല സന്ദർഭങ്ങള്, ഒന്ന് അഭിഷേക വിഘ്നം ഉണ്ടാകുന്നതായ സമയത്ത് ശ്രീരാമസ്വാമിക്ക് വേണമെങ്കിൽ ഐശ്വര്യത്തെ, യോഗ ഐശ്വര്യത്തെയൊക്കെ അതുകൊണ്ട് വീണ്ടും ആ അഭിഷിക്തനാവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അതൊന്നും ഭഗവാൻ അവിടെ സ്വീകരിക്കുന്നില്ല. സീതാദേവിയെ നഷ്ടപ്പെട്ടതായ സമയത്ത് സീതാദേവിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യാതൊരു സിദ്ധിയും അവിടെ പ്രയോഗിക്കുന്നില്ല. അത് മാത്രമല്ല, രാവണനുമായിട്ട് 7 ദിവസമാണ് യുദ്ധം ചെയ്യുന്നത്. പലതരത്തിലുള്ളതായ അമാനുഷിക ശക്തികളും ശ്രീരാമസ്വാമിയിൽ ഉണ്ടായിട്ടും അതൊന്നും പ്രകടിപ്പിക്കാൻ ശ്രീരാമസ്വാമി അവിടെ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കൃഷ്ണാവതാരത്തില് ഭഗവാൻ ഞാൻ വെറും അല്ലെങ്കിൽ ഒരു ഗോപകുമാരനല്ല എന്ന് കാണിക്കാൻ വേണ്ടിക്കൊണ്ട് ഈശ്വരീയത പലതരത്തിലും പല ലീലകളിൽ കൂടിയും ഭഗവാൻ കാണിക്കുന്നുണ്ട്. ഇവിടെ രാമാവതാരത്തില് അതൊന്നും ഭഗവാൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് രാമന്റെ അവതാരം മർത്യാവതാരം ആണ് എന്ന് ഭട്ടതിരിപ്പാട് പ്രത്യേകമായിട്ട് എഴുതി വെച്ചത്. വാൽമീകി മഹർഷിയും അതുകൊണ്ട് തന്നെയാണ് ഉത്തമ പുരുഷനായിക്കൊണ്ട് അവതരിച്ചിട്ടുള്ളതായ രാമന്റെ കഥയെ പറയാൻ ഒരുങ്ങിയിട്ട് രാമായണം രചിച്ചതും എന്നുള്ളതാണ്. ഇനി അയോധ്യ എന്നുള്ളതായ രാജ്യം, അയോധ്യ എന്നുണ്ടെങ്കിൽ അയോധ്യ എന്നാ പറയാ. യുദ്ധം ചെയ്ത് ഒരിക്കലും കീഴടക്കാൻ പറ്റാത്തതാണ് അയോധ്യ. എന്താണ് അപ്പൊ എന്തായിരിക്കണം ഈ അയോധ്യ? യുദ്ധം ചെയ്ത് കീഴടക്കാൻ പറ്റാത്തത് നമുക്ക് ആരോടാണ്? ഈ പ്രകൃതിയോട് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തോട് ഒരിക്കലും പൊരുതി ജയിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട എന്നുള്ളതാണ്. പലതരത്തിലുള്ളതായ ദുരന്താനുഭവങ്ങൾ, വെള്ളപ്പൊക്കമായിട്ടും പേമാരിയായിട്ടും വരൾച്ചയായിട്ടും പ്രകൃതിക്ഷോഭങ്ങളായിട്ടും പലതരത്തില് നമുക്ക് ഓരോന്നും പ്രകൃതിയുടേതായ ആ വികൃതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇതിനോടൊന്നും മല്ലിട്ട് നിൽക്കാൻ ഒരിക്കലും മനുഷ്യന് സാധ്യമാവില്ല. ഇതുമായിട്ട് പ്രകൃതിയോടും പ്രപഞ്ചത്തോടും ഇഴുകിച്ചേർന്നുകൊണ്ട് അവയോട് ഇണങ്ങുന്നതായ വിധത്തിൽ മാത്രമേ ഒരു മനുഷ്യന് വർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി അവിടെ പറയുന്നത് ദശരഥൻ, അയോധ്യയുടേതായ രാജാവ് ദശരഥൻ. അവിടെ എങ്ങനെയാണ് ദശരഥൻ എന്നുണ്ടെങ്കിൽ അവിടെ 10 ഇന്ദ്രിയങ്ങള്, അതാണ് ഈ രഥത്തെ, ഉപനിഷത്തിലെ രഥം എന്നുള്ളത് ഇന്ദ്രിയ കൽപ്പനയാണ് അവിടെ പറയുന്നത്. അത് 10 ഇന്ദ്രിയങ്ങളോടുകൂടി ഈ പ്രപഞ്ചത്തില് ഒരു ജീവൻ, നമ്മള് ഇവിടെ ഓരോരുത്തരും ജനിക്കുകയാണ് 10 ഇന്ദ്രിയങ്ങളോട് കൂടിയിട്ട്. ആ ജീവൻ ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അധിഷ്ഠാന രൂപമായിട്ടുള്ളതായ ഈ ശരീരത്തില് പ്രവേശിക്കുന്നു. അത് നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളതായ 3 ഗുണങ്ങൾക്ക് വിധേയമായിട്ടാണ്, സത്വരജ തമോ ഗുണങ്ങൾക്ക്. അപ്പൊ ജീവനും ഈ ത്രിഗുണങ്ങളിൽ ബന്ധിതനായിട്ടാണ് ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ ജന്മം എടുക്കുന്നത്. അപ്പൊ എല്ലാ ജന്മങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ജീവാത്മാക്കളിലും ഈ വ്യത്യസ്തമായ തലങ്ങൾ, ഈ 3 ഗുണങ്ങളും ഓരോ ജീവനിലും കാണാൻ സാധിക്കും. ഈ 3 ഗുണങ്ങളെയാണ് ദശരഥന്റെ 3 പത്നിമാരായിട്ട് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. കൗസല്യയിൽ കൂടിയും സുമിത്രയിൽ കൂടിയും കൈകയിൽ കൂടിയും പറഞ്ഞു. അപ്പൊ 3 ഗുണങ്ങളോട് ചേർന്നതായ മനുഷ്യൻ 4 അവസ്ഥകളിൽ കൂടി കടന്നു പോവുകയാണ്. അതാണ് 4 പുത്രന്മാരായിട്ട്.
ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, പിന്നീട് തുരീയം എന്നുള്ളതായ നാലാമത് എന്നുള്ളതായ അർത്ഥം വരുന്നതായ തുരീയം എന്നുള്ളതായ അവസ്ഥ. അപ്പോ ഈ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, തുരീയം ഈ 4 അവസ്ഥകളുടെ പ്രതീകമായിട്ടുള്ളതായ ഈ 4 പുത്രന്മാരില് 2 പേര് രാമ ലക്ഷ്മണന്മാരും ഭരത ശത്രുഘ്നന്മാരും എപ്പോഴും ഒരുമിച്ചിട്ടാണ് കാണാം. അതെന്താണ്? രാമലക്ഷ്മണന്മാര് അതായത് ജാഗ്രതും സ്വപ്നവും എപ്പോഴും നമ്മള് സമാന സ്വഭാവമായിട്ടുള്ളതാണ്. സ്വപ്നം കാണുമ്പോൾ അത് സ്വപ്നമാണ് എന്ന് നമുക്ക് അറിയുന്നില്ല, അത് യാഥാർത്ഥ്യമായിട്ടാണ് തോന്നുന്നത്. അതേപോലെ തന്നെയാണ് ഈ ജാഗ്രത അവസ്ഥയാകുന്നതായ നമ്മുടെ ജീവിതവും. ഈ ജാഗ്രത അവസ്ഥയില് ഇത് സത്യമല്ല എന്ന് നമുക്ക് തോന്നുന്നില്ല. സ്വപ്നം കണ്ടു ഉണരുമ്പോഴായിരുന്നു അത് സ്വപ്നമാണ് എന്ന് അറിയുന്നത്. അതേപോലെ തന്നെയാണ് സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാല്, അവനവനെ അറിഞ്ഞു കഴിഞ്ഞാല് ഈ ജാഗ്രത, ഈ ലോകവും ഇതേപോലെ സ്വപ്ന സദൃശ്യമാണ് എന്നുള്ളതാണ്. ഇനി ഭരത ശത്രുഘ്നന്മാര് സുഷുപ്തി തുരീയമായിട്ടുള്ളതായ അവസ്ഥകളെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ അതിനുശേഷം 4 പുത്രന്മാര് ജനിച്ച് അവര് സാമാന്യ വിദ്യാഭ്യാസവും ശാസ്ത്രാഭ്യാസവും ഒക്കെ ആചാര്യന്മാരുടെ അടുത്ത് നിന്ന് ഹൃദിസ്ഥമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ശേഖരിച്ച് അല്ലെങ്കിൽ അറിവുള്ളവരായി തീർന്ന് അറിവുള്ളവരായിക്കൊണ്ട് പിന്നീട് ആത്മീയമായിട്ടുള്ളതായ ജ്ഞാനം സിദ്ധിക്കാനായിക്കൊണ്ട് ആത്മീയ വിദ്യാഭ്യാസത്തിനായിട്ട് ഉത്തമനായിട്ടുള്ളതായ ഒരു ഗുരു നമുക്ക് കൂടിയേ തീരൂ. അതിനു വേണ്ടിക്കൊണ്ടാണ് അവിടെ വിശ്വാമിത്ര മഹർഷി വരുന്നത്. ഇനി സാമാന്യ വിദ്യാഭ്യാസം നേടിയതിന് ശേഷം ഈ ആത്മീയ വിദ്യാഭ്യാസത്തിനായിട്ട് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ സ്വീകരിച്ച് അവരെ കൊണ്ടുപോയിട്ട് അവർക്ക് ആത്മവിദ്യയെ പ്രദാനം ചെയ്യണം. ആ ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് മാരീച, സുബാഹു, അതേപോലെ താടക ഇവരുടെ നിഗ്രഹമൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്താണ് ശരീരധർമ്മങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ച ശേഷം ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കേണ്ടത് എന്ന് ഇവിടെ നമുക്ക് കാണിച്ചു തരാം. മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് ഏറ്റവും ബുദ്ധിമുട്ട് ഏതൊരു കാര്യമാണ്? കാമത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതാണ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ അത് പരിശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഗുരുക്കന്മാരിൽ കൂടി മാതാപിതാക്കന്മാരിൽ കൂടിയും ഒരു വിദ്യാർത്ഥിയെ അതിന് ഉറ്റവനാക്കി മാറ്റുക എന്നുള്ളതാണ് ഗുരുവിന്റെയും മാതാപിതാക്കന്മാരുടെയും കർത്തവ്യം എന്ന് കാണിച്ചു തരാം. അങ്ങനെ ശിഷ്യൻ ഗുരുവിനെ സ്വീകരിച്ച് തന്റെ ശരീരധർമ്മങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് കാമത്തെ അടക്കി ക്രോധത്തെ അടക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാഗദ്വേഷങ്ങള് അതിനെയൊക്കെ നന്നാക്കി എടുത്ത ശേഷം ആത്മവിദ്യക്ക് പ്രാപ്തനാക്കിക്കൊണ്ട് അല്ലെങ്കിൽ യോഗ്യത നേടാൻ തക്കവണ്ണം അവിടെ പരിശീലനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും എന്താണ് നമ്മുടെ ഉള്ളില് ജന്മാന്തര വാസനകള് അതുമൂലമുള്ളതായ നമ്മുടെ ഉള്ളതായ ദുഷ്ടത ശിലാരൂപമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവും. അതിനെയാണ് അധ്യാത്മ രാമായണത്തില് അഹല്യയായിട്ട് പറയുന്നത്. ഇവിടെ വാൽമീകി രാമായണത്തില് അഹല്യ ഒരു ശക്തി രൂപമായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ ഉള്ളിലുള്ളതായ ജന്മജന്മാന്തരമായിട്ടതായ ആ വാസനകളെ ഇല്ലാതാക്കണം. പിന്നീട് രജോ ഗുണത്തെ എല്ലാം ഗംഗാനദിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് വിദേഹം എന്നുള്ളതായ രാജ്യത്തിലേക്ക് പോവാണ്. അതായത് ഞാൻ ദേഹമല്ല, ഞാൻ ഈ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഇന്ദ്രിയങ്ങളല്ല, ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിദേഹത്തിലേക്ക് എത്തുമ്പോൾ അതായത് അപ്പോൾ മാത്രമേ നമുക്ക് ആത്മജ്ഞാനം പ്രാപ്തമാകാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ വിദേഹത്തിൽ വെച്ച് ആത്മവിദ്യയെ സ്വീകരിച്ചു, അതായത് സീതാപരിണയം ചെയ്ത ശേഷം പിന്നീട് തിരിച്ച് അയോധ്യയിലേക്ക് ആത്മവിദ്യയെ നേടിയ ശേഷം അതായത് ബ്രഹ്മചര്യത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിലേക്ക് വരികയാണ്. അപ്പൊ എപ്പോ സ്വായത്തമാക്കണം ഈ ആത്മവിദ്യ? അവനവനെ കുറിച്ച് അറിയുന്നത് ബ്രഹ്മചര്യ സമയത്ത് തന്നെ വേണം എന്നുള്ളതാണ്. ഇനി ഈ ബ്രഹ്മചര്യത്തിന് ശേഷം പിന്നെ ഉള്ളതാണ് ഗൃഹസ്ഥാശ്രമം. ആ ഗൃഹസ്ഥാശ്രമത്തില് പ്രാപഞ്ചികമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായ സമയത്ത് ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുള്ളതായ ഘട്ടങ്ങള് നമുക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വരും നമ്മുടെ ജീവിതത്തില്. അപ്പൊ ഗാർഹസ്ഥ്യ ജീവിതത്തില് ഇരിക്കുന്നതായ സമയത്ത് പല സന്ദർഭങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ ബ്രഹ്മചര്യത്തിൽ കൂടി നേടിയതായ ആത്മവിദ്യയിലൂടെ ഇത്തരം പ്രശ്നങ്ങളെ ഓരോരുത്തർക്കും പരിഹരിക്കാൻ സാധിക്കുമെന്ന് ശ്രീരാമന്റെ അവതാരം നമുക്ക് കാണിച്ചു തരികയാണ്. അതിനാണ് അവിടെ
മർത്യാവതാരം എടുത്തതായ രാമൻ നമുക്ക് കാണിച്ചു തരുന്നു ആത്മവിദ്യയിൽ കൂടെ, അതായത് ബ്രഹ്മചര്യ സമയത്ത് ആത്മവിദ്യ സ്വീകരിച്ചാൽ അല്ലെങ്കിൽ അത് നമുക്ക് ലഭിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നുവോ അതിനെയൊക്കെ തന്നെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് കടന്നു പോവാൻ സാധിക്കും. ശ്രീരാമസ്വാമിയുടെ ജനനം മുതൽ ഗുരുവിന്റെ സഹായത്തോടു കൂടി ആത്മവിദ്യ നേടുന്നത് വരെയുള്ളതായ പലതരത്തിലുള്ളതായ പാഠങ്ങൾ, അതായത് ധർമ്മ നിയന്ത്രണം വേണം, മനോനിയന്ത്രണം നമുക്ക് ആവശ്യമുണ്ട്, കാമക്രോധാദികളെ നമുക്ക് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്, രാഗത്തെ ഏത് വഴിക്ക് നല്ല വഴിക്ക് തന്നെ കൊണ്ടുപോകണം, നയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ആത്മവിദ്യ? നമ്മുടെ ഈ ആത്മവിദ്യ എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തില് ഇതിനെ പറയുകയാണെങ്കിൽ ആധ്യാത്മികമായ ജ്ഞാനം, അതാണ് ആത്മവിദ്യ എന്നുള്ളത്. ഇനി ഈ ആത്മവിദ്യ നമ്മള് ആത്മവിദ്യയൊക്കെ സ്വീകരിച്ച് വരുന്നതായ സമയത്ത് ശ്രീരാമൻ മനുഷ്യാവതാരാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പൊ സാക്ഷാൽ ഭഗവാൻ മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ അല്ലെങ്കിൽ അവതാരമെടുക്കുമ്പോൾ പ്രാരബ്ധങ്ങൾ മൂലം പലതും അനുഭവിക്കേണ്ടതായിട്ട് വരും. ഈ 3 തരത്തിലുള്ളതായ ഇതുണ്ട്. നമുക്ക് സഞ്ചിത കർമ്മങ്ങളുണ്ട്, പിന്നീട് ആഗാമിയുണ്ട്, പ്രാരബ്ധമുണ്ട്. ഇതിലെ സഞ്ചിതത്തെയും ആഗാമിയെയും നമുക്ക് മാറ്റി നിർത്താൻ അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുമെങ്കിലും പ്രാരബ്ധം അതൊരിക്കലും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല. അത് അനുഭവിച്ചു തന്നെ തീർക്കണം എന്നുള്ളതാണ് ഇവിടെ ഇനി കാണാൻ വരുന്നത്. അതായത് ആത്മജ്ഞാനം നേടിയതായ ഒരാൾക്ക് ഇത്തരം അനുഭവങ്ങള് നേരിടാനുള്ളതായ കരുത്തൊക്കെ ഉണ്ട് എന്ന് കാണിച്ചു തരുന്നു. പക്ഷേ പ്രാരബ്ധം വഴിക്കുള്ളതായ കാര്യങ്ങള് അത് അനുഭവിക്കുക തന്നെ വേണം. എന്തൊക്കെ വിദ്യ നേടിയാലും ആധ്യാത്മികമായ ഉയർച്ച ഒക്കെ കൈവന്നാലും ഈശ്വരനോട് എത്രത്തോളം അടുത്താലും ഈ പ്രാരബ്ധ കർമ്മങ്ങള് അത് അനുഭവിച്ചു തീർക്കുകയേ വഴിയുള്ളൂ എന്നുള്ളതാണ്. അതിന്റെ ഫലമായിട്ട് നമുക്കറിയാം എത്രയോ വലിയ മഹായോഗികള്, ഋഷീശ്വരന്മാര്, പരിവ്രാജകന്മാരായിട്ടുള്ളതായ പരമഹംസന്മാര്, അവരൊക്കെ തന്നെ ഈ പ്രാരബ്ധത്തിൻ്റെതായ പിടിയിൽ നിന്ന് അവർക്കാർക്കും മോചനം ലഭിച്ചിട്ടില്ല. രമണ മഹർഷിയുടെ, രമണ ഭഗവാന്റേതായ ജീവിതം നമുക്ക് എടുത്തു നോക്കുമ്പോൾ സാർക്കോമ ബാധിച്ച് കയ്യില് അദ്ദേഹം ആ വേദനയെ പക്ഷെ എന്താക്കി, ഗോപികുമാരി ചെയ്തതുപോലെ സാധനയാക്കി മാറ്റുകയാണ് ചെയ്തത്. ആ വേദന ശരീരത്തിൽ, തന്റെ ശരീരം തന്നെ തന്റേതല്ല, പിന്നെ ഈ ശരീരത്തിൽ വരുന്നതായ ഒരു അസുഖം അതെങ്ങനെയാണ് എന്നെ ബാധിക്കുന്നത്? അതാണ് ഒരു ജീവൻ മുക്തന്മാരുടെ അവസ്ഥ. അതേപോലെ രാമകൃഷ്ണ പരമഹംസർക്ക് തൊണ്ടയില് അസുഖം ബാധിച്ചത്. പക്ഷെ അതൊക്കെ ആകുമ്പോഴും ഇത് തന്റേതല്ല, ശരീരത്തിന് ബാധിച്ചതാണ്, ഇത് തന്നെ ബാധിക്കുന്നില്ല എന്നുള്ളതായ ഉത്തമ ബോധ്യം ജീവൻ മുക്ത അവസ്ഥയില് അവർക്ക് അത് തിരിച്ചറിയാൻ സാധിച്ചിരുന്നു. പക്ഷേ പ്രാരബ്ധം അതൊരിക്കലും വെറുതെ വിടില്ല എന്നുള്ളത് കാണിക്കുകയാണ്. അങ്ങനെയാണ് ശ്രീരാമസ്വാമി സീതാദേവിയുമായിട്ട് അയോധ്യയിലേക്ക് എത്തിയതിനു ശേഷം നടക്കുന്നതായ ആദ്യത്തെ പ്രധാനപ്പെട്ടതായ സംഭവം അഭിഷേക വിഘ്നം തന്നെയാണ്. അത് ഒരൊറ്റ രാത്രി കൊണ്ട് ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യാനിരിക്കെ ഒരൊറ്റ രാത്രി കൊണ്ടാണ് അത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നത് രാമന്. അതിനെ നേരിട്ടു. എങ്ങനെയാണ്? ആത്മവിദ്യയാകുന്നതായ സീതാദേവി ഒപ്പമുള്ളത് കൊണ്ട് അതിനെ നേരിടാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ ഐശ്വര്യ ശക്തി കൊണ്ട്, ആത്മജ്ഞാനം കൊണ്ട് അതിനെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ആരോടും പരിഭവമില്ലാതെ, മന്ധരയോടോ അല്ലെങ്കിൽ കൈകേയിയോടോ ഒന്നും തന്നെ തന്റെ പ്രാരാബ്ധത്തിനെ ആരോയും പഴിക്കാതെ അത് നിയന്ത്രിക്കുക. അതായത് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുമ്പോൾ ഏത് വിധത്തിലുള്ളതായ സാഹചര്യത്തെയും നമുക്ക് നേരിടാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി മനസ്സിനെ അടക്കി നിർത്താനും നിയന്ത്രിക്കാനും ഈ ആത്മജ്ഞാനം ഒരൊറ്റ വഴിയേ മുന്നിലുള്ളൂ എന്ന് കാണിച്ചു തരാണ് രാമായണം ചെയ്യുന്നത്. ഇപ്പൊ ശത്രുവായിട്ട് നമുക്ക് തോന്നും കൈകേയിയും മന്ധരയും ഒക്കെ ശത്രുവാണ് എന്നുള്ളത്. പക്ഷേ ശ്രീരാമസ്വാമി കൈകേയി, അതായത് അമ്മയെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് തനിക്ക് വന്നിട്ടുള്ളതായ അതായത് ഈ അഭിഷേക വിഘ്നം അതിനൊന്നും പരിഭവമില്ലാതെ, രാജ്യം ഉപേക്ഷിക്കുന്നത് ധർമ്മമാണോ, പിതാവിന്റെ ഈ ആജ്ഞ താൻ സ്വീകരിക്കണമോ എന്നൊന്നും ശ്രീരാമസ്വാമിയെ സംബന്ധിച്ച് യാതൊരു സംശയത്തിനും ഇട നൽകിയില്ല അവിടെ. മറിച്ച് ക്രോധാകുലനായിട്ട് നിൽക്കുന്നതായ ലക്ഷ്മണനെ സാന്ത്വന വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? നല്ല ഉപദേശം അവിടെ ലക്ഷ്മണന് കൊടുക്കുകയാണ്. ലക്ഷ്മണ ഉപദേശത്തിൽ കൂടെ അനുജനെ കരുത്തനാക്കിക്കൊണ്ട് പിന്നീട് അവര് പോവാണ്. വനവാസത്തിന് പോകുന്നതായ സമയത്ത് ആദ്യം കണ്ടുമുട്ടുന്നത് ഗുഹനെയാണ്. ഗുഹൻ എന്ന് വെച്ചാല്
ഗൂഹനം ചെയ്യുന്നവൻ, ഒളിപ്പിച്ച് സൂക്ഷിച്ച് വെക്കുന്നവൻ. എന്തിനെ? ആത്മജ്ഞാനത്തെ. അങ്ങനെ അതിനുശേഷം ഭരദ്വാജരുടെയും വാൽമീകിയുടെയും ഒക്കെ ആശ്രമത്തിലേക്ക് എത്തുകയാണ്. എന്തിനു വേണ്ടിക്കൊണ്ടാണ്? ഈ പ്രാരബ്ധം വഴിക്ക് പലതരത്തിലുള്ളതായ കർമ്മങ്ങളും ബുദ്ധിമുട്ടുകളെയും ദുഃഖത്തെയും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തിന് വേണ്ടിക്കൊണ്ട് ഭരദ്വാജന്റെയും വാൽമീകിയുടെയും ആശ്രമത്തിലേക്ക് പോയി. അങ്ങനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. എന്താണ്? ജനിച്ചപ്പോൾ മുതല് നമ്മളെല്ലാവരും ഇങ്ങനെ മറുകരയിലേക്ക് എത്താൻ വേണ്ടിക്കൊണ്ട് ജീവിതമാകുന്നതായ തോണിയില് കയറി നമ്മൾ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ജീവിതമാക്കുന്നതായ ഈ തോണിയില് മറുകരയിലേക്ക് എത്തുമ്പോൾ എല്ലാവരും അതിൽ നിന്ന് താഴെ ഇറങ്ങുക തന്നെ വേണം, ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ ഒരിക്കലും ഈ തോണിയിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നുള്ളതായ വ്യാമോഹം അത് വ്യർത്ഥമാവും എന്നുള്ളതാണ്. ഈ ശരീരവും മനുഷ്യജന്മവും തോണി മാത്രമാണ് എന്നിവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ തോണി അക്കരെ എത്താൻ തോണിക്കാരനായ ഒരു ഗുരു അവിടെ നമുക്ക് വേണം. ഇനി അത് ജീവിതത്തില് ഈശ്വര കാരുണ്യമാകുന്നതായ ആ കാറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ തോണി വളരെ നല്ല ആ ഒരു ഗതിയില്, കാറ്റിന്റെ ഗതിയില് യാത്ര നമുക്ക് സുഗമമാക്കാനും അനുകൂലമാകുന്നത് പോലെ ആ കാറ്റ് അനുകൂലമാകുമ്പോൾ എങ്കിൽ മാത്രമേ ഗുരുവിൻ്റെതായ പ്രയത്നം ഉണ്ടെങ്കിലും ഈ തോണി എത്തേണ്ടതായ സ്ഥലത്ത് അവിടെ എത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ പിന്നീട് അരണ്യകണ്ഠത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഈ സംസാര ജീവിതത്തിൽ നമ്മൾ കണ്ടു പല സ്വഭാവക്കാരായിട്ടുള്ളതായ കുടുംബ അംഗങ്ങള്, ബന്ധുക്കള്, ഇവരോടുമായിട്ടുള്ളതായ ഇവയൊത്ത് നേരിടേണ്ടതായ പ്രയാസങ്ങള്, ഇതൊക്കെ നമുക്ക് തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സംസാര ജീവിതമാകുന്നതായ ഈ ആരണ്യത്തെയാണ് ഈ ജീവിതത്തെ തന്നെയാണ് ആരണ്യമായിട്ട് ഇവിടെ ഉപമിക്കുന്നത്. അപ്പോ ഈ പ്രാരബ്ധ കർമ്മങ്ങള് അതൊക്കെ നമുക്ക് നിഷ്പ്രയാസം കടന്നു പോവാൻ ആരുടെ അനുഗ്രഹം വേണം? ഗുരുക്കന്മാരുടെ. അതിനു വേണ്ടിക്കൊണ്ടാണ് മഹാത്മാക്കളുടെ അടുത്ത് പോയിക്കൊണ്ട് പലതരത്തിൽ അത്രി, അതേപോലെ അഗസ്ത്യര്, ശരഭംഗൻ, അതേപോലെ സുധീഷ്ണൻ, അങ്ങനെ കുറെ മഹർഷീശ്വരന്മാരുടെ അടുത്ത് പോയിക്കൊണ്ട് രാമലക്ഷ്മണന്മാര് അനുഗ്രഹമൊക്കെ വാങ്ങാൻ. അപ്പൊ ഈ അനുഗ്രഹം നമുക്ക് ജീവിതത്തിൽ ഉടനീളം ആവശ്യമാണ്. ഈ പ്രാരബ്ധം നമുക്ക് തുഴഞ്ഞ് ഈ പ്രാരബ്ധമാകുന്നതായ ഈ ഭാണ്ഡക്കെട്ട് തലയിൽ വെച്ച് ഈ സംസാരമാകുന്നതായ സാഗരം തുഴഞ്ഞ് മുന്നിലേക്ക് പോകണമെങ്കിൽ ഗുരുക്കന്മാരുടെ അനുഗ്രഹം അനിവാര്യമാണ് എന്നുള്ളത് മാത്രമാണ്. ഇവിടെ അത് മാത്രമല്ല, അവരുടേതായ അനുഗ്രഹവും ആയുധവും കൊടുക്കുകയാണ് ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ. അങ്ങനെ ദണ്ഡക വനത്തിലേക്ക് പോവുകയാണ്. ആ ദണ്ഡക വനത്തിലേക്ക് എത്തുമ്പോൾ ലക്ഷ്മണനോട് രാമൻ പറയുന്നുണ്ട് എന്താണ്? ജാഗ്രത പാലിക്കണം എന്നുള്ളത്. അതിനു മുന്നേ ഇനി ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നുണ്ട്. ശൂർപ്പണഖ നമുക്കറിയാം കാമത്തിന്റെ പ്രതീകമാണ്. അപ്പൊ ഈ കാമത്തെ, ആഗ്രഹത്തെ അതിനെ ഉപേക്ഷിച്ചാലും സ്വീകരിച്ചാലും പ്രശ്നമാണ് എന്നുള്ളതാണ്. ഈ കാമം, അതായത് ശൂർപ്പണഖ ഇവിടെ അതായത് ആവിർഭവിക്കുന്നതോട് കൂടിക്കൊണ്ട് ആത്മജ്ഞാനത്തിന് ഉള്ളതായ ഒരു കൈമോശം വരില്ല. ആത്മജ്ഞാനം കൈമോശം വരാൻ പോവുകയാണ് ഇനി. അതായത് നമുക്ക് ചുറ്റും ഇതേപോലെ വേഷപ്രച്ഛന്നരായ പലരും നമ്മെ വഞ്ചിക്കാൻ വേണ്ടിക്കൊണ്ട് തക്കം പാർത്തിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലുള്ളതായ പലതരത്തിലുള്ളതായ ആഗ്രഹങ്ങളും നേടിയതായ ഈ ആത്മജ്ഞാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്നുള്ളത് കാണിച്ചു തരാണ്. ഇനി ഈ ശൂർപ്പണഖയുടേതായ ഈ കാര്യം, അതായത് ആദ്യമായിട്ട് ആത്മജ്ഞാനം നേടുന്നതിനേക്കാൾ എത്രയോ കഷ്ടമാണ് ഈ നഷ്ടപ്പെട്ടുള്ളതായ ജ്ഞാനത്തെ വീണ്ടെടുക്കുക എന്നുള്ളത്. അപ്പോ ഈ സ്വർണമൃഗത്തിൽ തോന്നിയതായ ഭ്രമം, അത് വരുത്തി വെച്ചിട്ടുള്ളതായ വിനകള്, ഭൗതികമായിട്ടുള്ളതായ വസ്തുക്കളോടുള്ളതായ ആസക്തി മൂലം നമ്മുടെ ജീവിതത്തില് പല സമയത്തും പല സന്ദർഭങ്ങളിലും സംഭവിക്കാൻ പാടില്ലാത്തതായ സംഭവങ്ങള് ഇല്ലെങ്കിലോ പലതരത്തിലുള്ളതായ അനുഭവങ്ങള് നമുക്ക് വന്നു ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രീരാമസ്വാമി പോലും ഈ ആഗ്രഹത്തിന്റെ മുന്നില് അല്ലെങ്കിലോ ഈ ആഗ്രഹം ഒന്ന് തന്റെ ഉള്ളിലേക്ക് ചെറുതായിട്ട് കടന്നു വന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ആഗ്രഹം കടന്നു വന്നപ്പോൾ ആത്മജ്ഞാനമാകുന്നതായ സീതാദേവി നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. അതായത് സംസ്കാര സമ്പന്നനായ ഒരു ബ്രഹ്മചാരിയുടെ സൗഹൃദം
എന്നിവിടെ രാമൻ പറയുന്നുണ്ട്. നമുക്കൊരു സൗഹൃദം വേണം. ആരോട്? സംസ്കാര സമ്പന്നനായ ഒരു ബ്രഹ്മചാരിയോട്. പിന്നീട് ഇവിടെ പറയുന്നത്, ഇത് വീണ്ടെടുക്കാൻ, ഈ ആത്മജ്ഞാനത്തെ വീണ്ടെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനാണ് സംസ്കാര സമ്പന്നനായ ഒരു ബ്രഹ്മചാരി. അതാരാണ്? ഭക്തിയാകുന്നതായ ഹനുമാൻ. ആ ഭക്തിയാകുന്നതായ ഹനുമാന്റെ കൂടെ ഇനി വേറൊരാൾ കൂടി വേണം. വിവേകമാകുന്നതായ സുഗ്രീവൻ കൂടി അവിടെ വേണം. എങ്കിലേ നഷ്ടപ്പെട്ടതായ ഈ ആത്മജ്ഞാനത്തെ വീണ്ടെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോ വിവേകം, അതേപോലെ അവിവേകം, അതാണ് ബാലി സുഗ്രീവന്മാർ. ഇത് രണ്ടിനെയും നമുക്ക് ചിലപ്പോ തിരിച്ചറിയാൻ സാധിക്കാതെ വരും എന്നുള്ളതാണ്. ഇനി അതിനുശേഷമാണ് പിന്നീട് ഇവിടെ സുന്ദരകാണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഹനുമാൻ സമുദ്രതരണമൊക്കെ ചെയ്ത് ലങ്കയില് എത്തുന്നു, സീതയെ കാണുന്നു. ഇതാണ് സുന്ദരകാണ്ഡത്തിലെ പ്രധാനപ്പെട്ടതായ സംഭവങ്ങൾ. ശ്രീരാമസ്വാമി അവിടെ അങ്കുലീയകം ഹനുമാന്റെ കയ്യിൽ കൊടുത്തേക്കാണ്. ഒരു ഭക്തന് ഈ സമുദ്രം കടക്കാനുള്ളതായ ശക്തി എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹമാകുന്നതായ ആ അങ്കുലീയം, അതായത് ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി എവിടെ എത്തുന്നു ഹനുമാൻ സ്വാമി? ലങ്കയിലേക്ക് എത്തുകയാണ്. ലങ്ക കാലസ്വരൂപമാണ്. ലങ്ക കാലം എന്ന് തിരിച്ചിട്ടാൽ അത് ലങ്കയായിട്ട് മാറും. അപ്പോ ഹനുമാൻ കാലസ്വരൂപമായ ലങ്കയിൽ പ്രവേശിച്ച് സീതയെ കണ്ടെത്തി എന്നുള്ളതാണ്. കർമ്മപ്രതീകമായിട്ടുള്ളതായ തന്റെ മോതിരം, അതായത് ജ്ഞാനപ്രതീകമായ ആ ചൂടാമണി സ്വീകരിച്ച് കർമ്മപ്രതീകമായ മോതിരം അവിടെ സീതാദേവിയെ ഏൽപ്പിച്ചു. മോതിരം അണിയുന്നത് വിരലുകളിലാണ്, അതായത് നല്ല കർമ്മം ചെയ്യാനുള്ളതായ അവസരം എന്നുള്ളതാണ്. ഇനി മോതിരം കർമ്മപ്രതീകമാകുന്നു എന്നുണ്ടെങ്കിൽ ഈ ആത്മജ്ഞാനം അതിന്റെ കേന്ദ്രമായ ശിരസില് അണിയുക എന്നുള്ളതാണ് ചൂടാമണി എന്നുള്ളതായ ജ്ഞാനമാകുന്നതായ ചൂടാമണി കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത്. പിന്നീടാണ് യുദ്ധകാണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ യുദ്ധകാണ്ഡത്തില് സത്വരജ തമോ ഗുണങ്ങളില് രജോ ഗുണവും തമോ ഗുണവുമായിട്ടുള്ളതായ യുദ്ധം. പൊതുവെ എല്ലാവരെയും അടക്കി ഭരിക്കുന്നത് ഈ രജോ ഗുണവും തമോ ഗുണവുമാണ്. അപ്പോ ആത്മജ്ഞാനത്തെ ഒളിപ്പിച്ചു വെച്ചതായ രജസ്തമോ ഗുണങ്ങളെ ഉപനിഷത്തുക്കളാകുന്നതായ വാനരന്മാരുടെ സഹായത്തോടു കൂടി കണ്ടുപിടിച്ച് ജയിക്കുന്നതാണ് ഇവിടെ യുദ്ധകാണ്ഡത്തിലെ പ്രധാനമായിട്ടുള്ളതായ കഥാഭാഗമായിട്ട് പറഞ്ഞത്. അപ്പൊ രജോ തമോ ഗുണങ്ങളെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇല്ലായ്മ ചെയ്താൽ മാത്രമേ സത്വഗുണം നമ്മളില് കൂടുതലായിട്ട് വളരുകയുള്ളൂ. ആ സത്വഗുണത്തെ ഉപയോഗിച്ച് ആത്മജ്ഞാനം വീണ്ടെടുത്ത് ജീവിതം തുടരണം എന്നുള്ളത് യുദ്ധകാണ്ഡത്തിൽ പറയാണ്. അപ്പൊ യുദ്ധത്തില് പലതരത്തിലുള്ളതായ പ്രതിബന്ധങ്ങളെയും നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിനു വേണ്ടിക്കൊണ്ടാണ് അവിടെ ഔഷധഹരണമായിട്ടും അഗസ്ത്യ ഉപദേശമായിട്ടും ആദിത്യ ഹൃദയം തുടങ്ങിയിട്ടുള്ളതായ മാർഗങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. രജസ്തമോ ഗുണങ്ങളുടെ രൂപമായിട്ടുള്ളതായ രണ്ടുപേരെയും വധിച്ച ശേഷം അവരോടൊപ്പമുള്ളതായ ആയിരക്കണക്കിലുള്ളതായ രാക്ഷസന്മാരെ മുഴുവനും നിഗ്രഹിച്ച ശേഷം സത്വഗുണത്തിന്റെ പ്രതീകമായിട്ടുള്ളതായ വിഭീഷണനെ അഭിഷേകം ചെയ്ത് ആത്മജ്ഞാനത്തെ വീണ്ടെടുത്തുകൊണ്ടുള്ളതായ യാത്ര തിരിച്ച് അയോധ്യയിലേക്ക്. അങ്ങനെ അയോധ്യയിലെത്തി രാജാഭിഷേകത്തോടുകൂടി അവിടെ പൂർത്തിയാകുകയാണ് ഈ രാമായണം. പിന്നീടാണ് ഉത്തരകാണ്ഡം ത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്തായാലും ഇവിടെ അയോധ്യയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ട് ശ്രീരാമസ്വാമി, ലക്ഷ്മണസ്വാമി, അതേപോലെ സീതാദേവി, ഹനുമാൻ സ്വാമി എല്ലാവരെയും ചേർത്തുകൊണ്ട് നമുക്ക് സ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം സഫലമായിട്ട് തീരട്ടെ. ഈശ്വര ധ്യാനത്തോട് കൂടിക്കൊണ്ട് വേണ്ടതായ സമയത്ത് ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുനാഥന്റെയും ശ്രീരാമസ്വാമിയുടെയും എല്ലാവരുടെയും പാദങ്ങളില് പ്രണാമം അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ജാനകി ജീവന സ്മരണം. ജയ ജയ രാമ രാമ. ഹരിയോം ഹരിയോം രാജ ഹരിയോം.